തിരുവനന്തപുരം പാളയത്തെ ശക്തിവിനായക ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം പൂർത്തീകരിച്ചുകൊണ്ടുള്ള ക്ഷേത്ര സമർപ്പണ ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ഉദയസമുദ്ര ഗ്രൂപ്പ് MDയും JNTV ചെയർമാനുമായ S രാജശേഖരൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, വളരെയേറെ ചരിത്രപ്രധാനമുള്ള ഒരു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. വിവരങ്ങൾ. തീർച്ചയായും ആതിര, നമുക്കറിയാം പാളയം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര സങ്കേതമാണ് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച്. പാളയത്ത് നമ്മൾക്ക് ഇതിനു മുമ്പ് കാണാൻ കഴിഞ്ഞിരുന്നത് പാളയം ജുമാ മസ്ജിദ്, അതേപോലെ തന്നെ പാളയം സെൻറ്റ് ജോസഫ് ദേവാലയം. ഇത് രണ്ടുമാണ് വലിയ നിലയിൽ നമുക്ക് കാണപ്പെട്ട ദേവാലയങ്ങൾ. അവിടെ ഒരു ചെറിയ ഗണപതി ക്ഷേത്രമുണ്ടായിരുന്നു, ശക്തിവിനായക ക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെറിയൊരു ക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രമാണ് പുനരുദ്ധാരണം നടത്തി വലിയ അലങ്കാര ഗോപുരത്തോടു കൂടി അതിമനോഹരമായി ഇപ്പോൾ സമർപ്പിക്കാൻ പോകുന്നത്. എനിക്ക് പിന്നിൽ ഇപ്പോൾ കാണുന്ന ഈ വലിയ അലങ്കാര ഗോപുരം 60 അടിയോളം ഉയരം വരുന്നു. അതിൽ വലിയ വിനായകൻ്റെ വലിയ ശില്പമുണ്ട്, കാണിക്ക മണ്ഡപമുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുന്ന, അതിന് ഏറ്റവും മുകളിലായി ഓങ്കാര രൂപമുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്ന വലിയ അലങ്കാര ഗോപുരം, അതിമനോഹരമായ അലങ്കാര ഗോപുരം പണി പൂർത്തീകരിച്ചിരിക്കുന്നു. ബോംബെയിൽ നിന്നും പ്രത്യേക ശില്പികൾ തയ്യാറാക്കി എത്തിച്ച പടുകൂറ്റൻ ഗണപതി ശില്പം ഈ അലങ്കാര ഗോപുരത്തെ മനോഹരമാക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിനകത്തും നവീകരണങ്ങൾ നടന്നിരിക്കുന്നു. പ്രത്യേകിച്ചും ശ്രീകോവിൽ അല്ലാത്ത പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും തിടപ്പള്ളി, അതുപോലെ തന്നെ നമസ്കാര മണ്ഡപം, പ്രദക്ഷിണ വഴി, ഇതെല്ലാം നവീകരിച്ചിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ ക്ഷേത്രം അലങ്കാര ഗോപുരം അടക്കം നവീകരിച്ചത് ഉദയസമുദ്ര ഗ്രൂപ്പ് ഹോട്ടൽസാണ് വഴിപാടായി ഇത് സമർപ്പിച്ചത്. അതിൻ്റെ MD ശ്രീ ചെങ്കൽ S രാജശേഖരൻ നായർ, അദ്ദേഹമാണ് ഇത് വഴിപാടായി സമർപ്പിച്ചത്. ഈ സമർപ്പണ ചടങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണ്, അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അതുപോലെ തന്നെ സ്വാമി ചിദാനന്ദപുരി അടക്കമുള്ള നിരവധി മഹത് വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ തന്നെ താമസിയാതെ തന്നെ ഇതിൻ്റെ സമർപ്പണ ചടങ്ങ് നടക്കും. ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെ അതിനുവേണ്ടി വേദി തയ്യാറായി കഴിഞ്ഞു. ഈ ക്ഷേത്രം എന്തായാലും പാളയത്തിന് പുതിയ മേൽവിലാസം ചാർത്തുകയാണ്. കാരണം പാളയം ജുമാ മസ്ജിദ്, അതുപോലെ തന്നെ പാളയം സെൻറ്റ് ജോസഫ് ദേവാലയം, അതേപോലെ തന്നെ തലയെടുപ്പോടുകൂടി പാളയത്തെ ശക്തിവിനായക ക്ഷേത്രവും ഇനിയും വിളങ്ങുമെന്നുള്ളതാണ്. എന്തായാലും വളരെ പ്രാധാന്യവും വളരെ ചരിത്ര പ്രാധാന്യവും ഒക്കെയുള്ള ക്ഷേത്രം, പൗരാണികമായി തന്നെ ഏറെ വിശ്വാസങ്ങൾ കുടികൊള്ളുന്ന ക്ഷേത്രം. ആ ക്ഷേത്രമാണ് പുതിയ കമനീയമായ അലങ്കാര ഗോപുരത്തോടു കൂടി അതിമനോഹരമായ രൂപത്തോടു കൂടി ഇപ്പോൾ സമർപ്പിക്കാൻ പോകുന്നത്. എന്തായാലും ഈ ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിരവധി ആളുകൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് അനന്തഗോപൻ അടക്കമുള്ള, സ്വാമി ചിദാനന്ദപുരി അടക്കമുള്ള നിരവധി മഹത് വ്യക്തികൾ പങ്കെടുക്കുന്നു. ഉദയസമുദ്ര ഗ്രൂപ്പാണ് സമർപ്പിക്കുന്നത്. അതിൻ്റെ MD ആയിട്ടുള്ള JNTVയുടെ കൂടി MD ആയിട്ടുള്ള S രാജശേഖരൻ നായർ, അദ്ദേഹമാണ് ഈ അലങ്കാര ഗോപുരം അടക്കമുള്ള ഈ ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ വഴിപാടായി സമർപ്പിച്ചത്. അതിൻ്റെ സമർപ്പണ ചടങ്ങ് ഇപ്പോൾ നടക്കും. അത് കഴിഞ്ഞാൽ ഉടനെ ഗണേശ ഗീതങ്ങളും ഗണേശ നൃത്ത ആവിഷ്കാരവും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടാകും. ആ ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും. ആതിര, വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാനത്തെ സംബന്ധിച്ച് വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പുനരുദ്ധാരണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു സാംസ്കാരിക വീണ്ടെടുപ്പ് തന്നെയെന്ന് നമുക്ക് പറയാൻ സാധിക്കുമല്ലേ? തീർച്ചയായും സാംസ്കാരിക വീണ്ടെടുപ്പ് തന്നെയാണ്. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ജയന്തി വേളകളിലൊക്കെ തന്നെ നഗരത്തിലെ മഹാശോഭയാത്ര ആരംഭിക്കുന്നത് ഈ പാളയത്തെ ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ്. പക്ഷെ ദൂരെ നിന്നുള്ളവർക്ക് ഇങ്ങനെ ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് എന്ന അറിവുണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെതായ വലിയ കമാനങ്ങളോ വലിയ അലങ്കാര ഗോപുരങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പാളയത്തിന് പുതിയ മേൽവിലാസം ചാർത്തിക്കൊണ്ട് അതിമനോഹരമായ അലങ്കാര ഗോപുരം ഇവിടെ ഉയർന്നു കഴിഞ്ഞു. എന്തായാലും പാളയത്തെ, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ മതേതരത്വത്തിൻ്റെ ഒരു സങ്കേതം കൂടിയായി മാറുകയാണ് പാളയം ജുമാ മസ്ജിദ്, പാളയം സെൻറ്റ് ജോസഫ് ദേവാലയം. അതിനോട് തൊട്ടുരുമി തന്നെ ഇനിയും ഇവിടെ ഈ ക്ഷേത്രവും ഈ അലങ്കാര ഗോപുരവും ഒക്കെ തന്നെ അതിമനോഹരമായി ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ദർശിക്കാൻ കഴിയും. എന്തായാലും ക്ഷേത്രവും മസ്ജിദും ക്രൈസ്തവ ദേവാലയവും തോളോട് തോൾ ഉരുമ്മി നിൽക്കുന്ന തിരുവനന്തപുരം നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുകയാണ് പാളയം. ആതിര. ശരി, തിരുവനന്തപുരം പാളയത്തെ ശക്തിവിനായക ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം പൂർത്തീകരിച്ചുകൊണ്ടുള്ള ക്ഷേത്ര സമർപ്പണ ചടങ്ങാണ് അല്പസമയത്തിനകം ആരംഭിക്കുക. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ഉദയസമുദ്ര ഗ്രൂപ്പ് MDയും JNTV MDയുമായ S രാജശേഖരൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. MK വിനോദാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.